ഹലോ ശ്രീകാന്ത് സാർ, നമസ്കാരം. 3 വർഷം മുമ്പുള്ള ഒരു അനുഭവം പങ്കിടട്ടെ. എൻ്റെ മകള് ഗൗരിയെ എഞ്ചിനീയറിംഗിന് ചേർത്താൻ പോകുന്ന ദിവസം. കോഴിക്കോടാണ് എൻ്റെ വീട്. അവളുടെ കോളേജ് അങ്കമാലിയിലും. മോളെ അവിടെ ചേർത്ത് തിരിച്ചു വരുമ്പോൾ ഗുരുവായൂർ പോകണമെന്ന് മനസ്സിൽ വിചാരിച്ചു. പോകുന്നതിൻ്റെ തലേ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ കണ്ണനോട്, നാളെ ഈ സമയം ഭഗവാനെ ഞാൻ നിന്റെ നടയിൽ. മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിറ്റേ ദിവസം അവളെ കോളേജിൽ ചേർത്തു. ഹോസ്റ്റൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ വൈകിട്ട് 4:30 ഭഗവാന്റെ ദീപാരാധനയ്ക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച ഞാൻ ഇപ്പോഴും അങ്കമാലിയിൽ തന്നെ. എങ്ങനെയോ ഒരുവിധം KSRTCയിൽ കയറി തൃശ്ശൂരെത്തി. അവിടുന്ന് ഗുരുവായൂർ ബസ്സിൽ. സമയം അപ്പോൾ 7 മണി. ബസ്സിലിരുന്നപ്പോൾ കണ്ണ് നിറഞ്ഞു വന്നു. എങ്കിലും എങ്ങനെയൊക്കെയോ ലോഡ്ജിലെത്തുമ്പോൾ സമയം 8 മണി കഴിഞ്ഞു. ഇന്ന് തൊഴാൻ പറ്റുമോ എന്ന് തോന്നില്ല എന്ന് റിസപ്ഷനിലെ ആള് പറഞ്ഞു. ക്യൂ സംവിധാനം 8:30 ക്ലോസ് ചെയ്യുമെന്നും. എങ്ങനെയോ ഒരു കുളി പാസാക്കി കണ്ണന്റെ തിരുനടയിലേക്ക് ഓടിക്കയറി. ആ മനപ്രസിദ്ധിയാസത്തിൽ ഓടിക്കയറിയത് പടിഞ്ഞാറേ നടവഴി. കണ്ണാ, ഇത്ര ദൂരം ഓടി വന്നിട്ട് ഒരു നോക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഒരുപാട് ആ നടയിൽ നിന്ന് കരഞ്ഞു. എന്തായാലും വന്ന സ്ഥിതിക്ക് അയ്യപ്പനെയും ദേവിയെയും തൊഴുത് പ്രദക്ഷിണം വെക്കാമെന്ന് വിചാരിച്ചു നടന്നു. വടക്കേ നടയിൽ ഇറങ്ങുന്ന ഭാഗത്തെ ഹാൻഡ് റെയിൽ തുറന്നു കിടക്കുന്നു. ആരോ എന്നോട് പറഞ്ഞു ഇതിലേ കയറുന്നു. എൻ്റെ കണ്ണ എന്ന് പറഞ്ഞ് ഓടിക്കയറി. ഒരു ദിവസം ജീവനക്കാരനും എന്നെ തടഞ്ഞില്ല. സുഖമായി ഞാൻ കണ്ണന്റെ മുന്നിലെത്തി. ഞാനുള്ളിൽ കടന്നപ്പോൾ കണ്ണന്റെ ആ നോട്ടം എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കുന്നു എന്ന ഭാവത്തില്. എൻ്റെ കണ്ണ, നീ തന്ന എല്ലാ സൗഭാഗ്യത്തിനും നന്ദി. ആ ഒരു അനുഭവത്തിന് ശേഷം ഈശ്വരാനുഗ്രഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ പോകാൻ കഴിയാറുണ്ട്. എൻ്റെ നാട്ടിലെ ഗുരുവായൂർ പോകാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത എത്രയോ പേരെയും കൂട്ടി ഞാൻ ഗുരുവായൂരിലെത്തി. കണ്ണ, അതെല്ലാം നീ തന്ന സൗഭാഗ്യങ്ങളല്ലേ. എന്താ കഥ? അത്രയും സങ്കടപ്പെട്ടപ്പോൾ ഭഗവാൻ ആ നട അവിടെ തുറന്നു വെച്ചു. ദാ വന്നോളൂ എന്ന് പറഞ്ഞിട്ട്. എന്താ പറയേണ്ടതില്ലേ? നിങ്ങൾ പോയ മാതിരി തോന്നിയില്ലേ? ആ തിരക്കിട്ട് കുളിക്കുന്നതും പടിഞ്ഞാറേ നടവഴി കയറുന്നതും കരച്ചിൽ വരുന്നതും. അപ്പോൾ അതാ മെയിനായിട്ടുള്ള ക്യൂ തുറന്ന് കിടക്കുന്നു. എന്തൊരു സുഖാണെന്നറിയോ. ഒന്നും പറയാനില്ല. ഈ ചൂടിലും നമുക്ക് ഭഗവാന്റെ അടുത്തെത്തി അതൊന്നും ഒരു പ്രശ്നമാവില്ല. അതാണ് അതിൻ്റെ സത്യം. അനുഭവങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനുഭവങ്ങൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. ഞാനിങ്ങനെ നിങ്ങളോട് ഓർമ്മിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞോളും. കുറച്ച് സമയമെടുക്കും ചിലപ്പം. അത്രയും അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ വരുന്നവർക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. അറിയാലോ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സമ്മാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഹരേ കൃഷ്ണ.